ഹലോ എവറി വൺ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ ചാപ്റ്റർ 1 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് നോക്കേണ്ടതെന്നാണ്. ബട്ട് ചാപ്റ്റർ 1 കാര്യമായിട്ട് നമ്മുടെ എക്സാമിന് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് എന്താണെന്ന് നോക്കണം, സ്കോപ്പ് എന്താ, അതിൻ്റെ ഫങ്ഷൻസ് എന്താ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ മെയിനായിട്ട് നോക്കേണ്ടത്. അടുത്തത് ചാപ്റ്റർ 8 ആണ്, കോറിലേഷൻ അനാലിസിസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന തിയറീസ്, പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ കോറിലേഷൻ്റെ തിയറി, അതായത് കോറിലേഷൻ എന്താ, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കോറിലേഷൻ്റെ ക്ലാസിഫിക്കേഷൻസ്, കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പോസിറ്റീവ് കോറിലേഷൻ, സിമ്പിൾ കോറിലേഷൻ, മൾട്ടിപ്പിൾ കോറിലേഷൻ, നോൺ ലീനിയർ കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, പാർഷ്യൽ കോറിലേഷൻ, ലീനിയർ കോറിലേഷൻ. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കണം, തിയറി ഭാഗത്ത് ചോദിക്കാവുന്നതാണ്. പിന്നെ നോക്കേണ്ടത് സ്കാറ്റേർഡ് ഡയഗ്രാം, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, അതിൻ്റെ തിയറിയും പ്രോബ്ലം നോക്കണം. 3 വെയിറ്റേജിനും 5 വെയിറ്റേജിനും വരാറുണ്ട്. പിന്നെ പ്രോബബിൾ എറർ തിയറിയും അതേപോലെ തന്നെ പ്രോബ്ലം നോക്കണം. പിന്നെ റാങ്ക് കോറിലേഷൻ, അതിൻ്റെ പ്രോബ്ലം മസ്റ്റായിട്ട് നോക്കണം, തിയറിയും നോക്കിയിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാൻ. പിന്നെ കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്, അതിൻ്റെ പ്രോബ്ലം നോക്കണം. പിന്നെ യൂസസ് ഓഫ് കോറിലേഷൻ എന്തൊക്കെയാണെന്നുള്ളത് തിയറി നോക്കണം. പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ, അതിൻ്റെ പ്രോബ്ലം നമ്മൾ നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോറിലേഷൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ, അതായത് യൂണിവേഴ്സിറ്റീൻ്റെ ടെക്സ്റ്റ് ആണെങ്കിൽ 8th ചാപ്റ്ററിൽ നമ്മൾ മെയിൻ കോൺസെൻട്രേറ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പോകാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.